ഹലോ ഹായ് നമസ്കാരം. തലൈവർ തമ്പി തലൈമയിൽ സിനിമ കണ്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇനിയിപ്പോൾ ഒറ്റ വാചകത്തിൽ പറയാനാണെങ്കിൽ ജീവ ഈസ് ബാക്ക്. ഞാനൊരു +2 പഠിക്കുന്ന സമയത്ത് ജീവയുടെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് അത് എന്തോ ഒരു വൈബ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് എവിടെയോ വെച്ച് അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ജീവ അടിപൊളിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനെ നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്ന പോലെ അങ്ങനെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ളൊരു ക്യാരക്ടർ അത് അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് എ സൂപ്പർ ലൈറ്റ്, സൂപ്പർ ഗുഡ്, സൂപ്പർ ഫൺ, സൂപ്പർ ഇമോഷണൽ, സൂപ്പർ വൈബ് പടം ഫോർ പൊങ്കൽ. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ടോ പോയി ഇരുന്ന് ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് കണ്ടിരിക്കാവുന്നൊരു പടം. ആസ് എ മലയാളി ഞാൻ പറയുമ്പോൾ നമുക്കേ ഈ സിനിമ ഇത്രയും കണക്റ്റ് ആവുമെങ്കിൽ ഇത് തമിഴ്നാട്ടിലുള്ള ഓഡിയൻസ് അവർ കാണുമ്പോൾ അവർക്കിത് എന്തുമാത്രം കണക്റ്റ് ആവുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു മലയാള സിനിമ കാണുന്നത് പോലെ അത്രയും കണക്റ്റ് ആവുന്ന കോമഡി സീക്വൻസുകൾ, ക്യാരക്ടേഴ്സ്, സിറ്റുവേഷൻസ് എല്ലാം ഉണ്ട്. എൻ്റെ അടുത്തിരുന്നൊരു തമിഴ് സംസാരിക്കുന്ന ചേട്ടനാണ്. പുള്ളിക്ക് ഫോൺ വരുന്ന സമയത്തൊക്കെ പുള്ളി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു ரொம்ப நல்லா இருக்கியா എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു ഓഡിയൻസിനോട് ഇരുന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കൊതി തോന്നിപ്പോയി. അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിനിമയുടെ മുന്നിലും പുറകിലുമായിട്ട് ഒരു ലോഡ് മലയാളികളുണ്ട് കേട്ടോ. നമ്മുടെ ഫാലിമിയുടെ ഡയറക്ടർ നിതീഷ് സഹദേവാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. തിരക്കഥ അദ്ദേഹവും പിന്നെ ഫാലിമിയുടെ തന്നെ തിരക്കഥാകൃത്തായിട്ടുള്ള സാൻജോ ജോസഫ് ഉണ്ട്. പിന്നെ ഓടുംകുതിര ചാടുംകുതിരയുടെ റൈറ്റർ ആയിട്ടുള്ള അനുരാഗ് ജോബി. ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു വിജയാണ് ഇതിന് മ്യൂസിക് ഒരുക്കിയിട്ടുള്ളത്. ബബ്ലു അജു ഫാലിമിയുടെ തന്നെ ക്യാമറ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയാണ് ഇതിൻ്റെ DOP ആൻഡ് എഡിറ്റർ അർജുൻ ബാബു ആണ്. മൊത്തം ഫാലിമി ടീം. ജീവയുണ്ട്, തമ്പി രാമയ്യുണ്ട്, ഇലവരസ് ഉണ്ട്, പ്രാർത്ഥനാനാഥനുണ്ട്, ജെൻസൺ ദിവാകർ ഉണ്ട്, പിന്നെ കുറേ മലയാളികളും തമിഴന്മാരൊക്കെ ആയിട്ട് കിണ്ണം കാച്ചിയ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലൊരു ഗ്രാമപ്രദേശത്ത് ഒരു കല്യാണ വീടാണ്. കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, പിന്നെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാർ തമ്മിൽ ഈ അതിർത്തി തർക്കം അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൂടാതെ വേറെയും കുറച്ച് ഇമോഷണലി ഭയങ്കര ഡെപ്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. ആ പ്രശ്നത്തിന് എന്ത് സൊല്യൂഷനാണ് ഏറ്റവും അവസാനം ഉണ്ടാകുന്നത്? ഈ പറയുന്ന വാശിയുടെ, ഈഗോയുടെയൊക്കെ ക്ലൈമാക്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അതൊരു കിണ്ണങ്കാച്ച് ക്ലൈമാക്സ് ആയിരുന്നു. അതിനവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ഥലം, ആളുകൾ, സിറ്റുവേഷൻസ്, അതിൻ്റെ ഒരു പിൻ കഥയുണ്ട്, ഒരു പാസ്റ്റ് ഉണ്ട്. അത് എല്ലാം കൊണ്ടും നല്ല പരിപാടി കേട്ടോ. അത് പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് ഹ്യൂമറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് കപ്പി തലകുത്തി മറിഞ്ഞ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ നമ്മുടെ ഉള്ളിലൊരു ചിരി ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് സംവിധാനം എന്ന് എഴുതി കാണിക്കുന്ന സമയത്ത് നമ്മൾ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു വൈബ് പടം. എല്ലാ സിറ്റുവേഷണൽ ഹ്യൂമറാണ്. ഈ ക്യാരക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഈ വേഷം ചെയ്തിരിക്കുന്ന ഇന്ന ആളാണ് അതുകൊണ്ട് പുള്ളിയുടെ കുറച്ച് കോമഡി എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയുമില്ല. സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഹ്യൂമർ. അതിൽ ഈ പറയുന്ന വൾഗർ പരിപാടികളില്ല, വേറെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. നല്ല ക്ലീൻ കോമഡി. പോസിറ്റീവ് നമ്പർ 2 ഇമോഷൻസ് ആണ്. ഇമോഷൻസ് പറഞ്ഞാൽ ഇതിൽ ഒരു കല്യാണ വീട്, അപ്പോൾ കല്യാണ ചെക്കനും പെണ്ണും തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ട്. സാധാരണ ഇങ്ങനെ ഒരു കോമഡി മൂഡുള്ളൊരു പടത്തിൽ ഈ പെൺകുട്ടി കെട്ടാൻ പോകുന്ന പയ്യൻ എന്ന് പറയുന്നത് അവനൊരു കോമഡി ആയിട്ടൊക്കെ കാണിക്കും. അവൻ പെണ്ണ് കിട്ടാത്ത കുറച്ച് കാലം അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടുന്നത്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അവനെ കോമഡിയാക്കി കാണിക്കുക എന്ന് പറയുന്നത് ഇതിലും ആ കോമഡി എലമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പം പോലും അവൻ്റെ ജീവിതത്തിൽ ഹീറോ ആണോ, അവൻ കാണിക്കുന്ന ഹീറോയിസമാണ്, അവൻ്റെ സ്നേഹമാണ് ആ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കൊടുത്തിട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് കാണിച്ചത്. എനിക്ക് ശരിക്കും ഇവർ രണ്ടുപേരും, അതായത് ഈ ക്യാരക്ടേഴ്സ് കല്യാണം കഴിക്കുകയാണെങ്കിൽ നന്നായി വരും എന്ന് പറയുന്ന ഒരു ആശംസ കൊടുത്തിട്ട് അവർ കല്യാണം കഴിച്ച് കാണണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിപ്പോൾ അങ്ങനെയാണ് ആ 2 ക്യാരക്ടേഴ്സ്. പിന്നെ ഈ സിനിമയിൽ ഒരു അണ്ടർലൈങ് ഒരു സ്റ്റോറി ഉണ്ട്. അതിന് അതിഭീകരമായിട്ടുള്ള പെയിനുണ്ട്. ആ പെയിൻ നിങ്ങൾക്ക് കണക്റ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഇതിലെ ഹ്യൂമറും ഈ സാധനവും എല്ലാം കൂടി ചേർന്നിട്ട് ക്ലൈമാക്സ് നിങ്ങൾ വൻ ഫീലായിരിക്കും. വൻ ഫീൽ എന്ന് പറഞ്ഞാൽ വൻ ഫീലായിരിക്കും. അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇപ്പോൾ കുറേ കാലം മുമ്പാണെന്നുണ്ടെങ്കിൽ ഗ്രാമത്തിൻ്റെ നന്മ എന്നൊക്കെ പറയും. പക്ഷേ അതേ ഗ്രാമത്തിൽ തന്നെ അപ്പുറം ഇപ്പുറം പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടെന്നും അതുവഴി ജീവിതം തന്നെ ഇല്ലാതായിപ്പോയ കുറേ ആളുകളുണ്ടെന്ന് പറയുന്ന ഒരു ധാരണ നമുക്കുണ്ടല്ലോ. ഇപ്പോൾ നാട്ടുമ്പുറത്ത് മാത്രമല്ല, ടൗണിലായാലും എവിടെയായാലും ഈ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്ന കഥകളുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു ആംഗിളും കൂടി ഈ സിനിമയിൽ കണക്റ്റായി വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാം കണക്റ്റാവും. എല്ലാ ക്യാരക്ടേഴ്സിനെ നമുക്ക് മനസ്സിലാവും. ഇവരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ലെയറാണ്. അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അവർ വളർന്നു വരാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, സിറ്റുവേഷൻസിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു, അവിടെ കാണാനും കേൾക്കാനും ഇല്ലാതായി പോകുന്ന ആളുകൾ എന്തൊക്കെയാണ്, അവരുടെ ഇമോഷൻസ് എന്താണ് എന്ന് വെച്ചാൽ ഈ സിനിമയിലെ എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. കല്യാണ വീട്ടിൽ
ഉള്ള ബാക്കി എല്ലാ പ്രശ്നങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ഈ ജീവയുടെ പുറകെ മാത്രം ക്യാമറ പോയിട്ട് നായകൻ ഇത് എന്ന് പറയുന്ന രീതിയിൽ പോകാം. പക്ഷേ ആ കല്യാണ പെണ്ണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, അവരുടെ ആ വീടുകളിലെ അമ്മമാരെന്താണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിനോട് റിയാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത്, അങ്ങനെ എല്ലാ സൈഡും ടച്ച് ചെയ്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജാനേമൻ സിനിമയൊക്കെ കാണുമ്പോഴേ ആ സിനിമയിലെ ഏതൊരു ചെറിയ ക്യാരക്ടറിനെയും എടുത്ത് നോക്കിയിട്ട് ഇയാളുടെ ഒരു ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, അയാളുടെ ഇമോഷൻസ് കിട്ടും എന്ന് പറയുന്ന പോലെ ഓരോ ക്യാരക്ടറിനെയും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ മാനിപ്പുലേറ്റഡ് ആവുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കാണാം. എന്ത് പ്രശ്നം ഉണ്ടായാലും, ആരുടെ ജീവിതം കുട്ടിച്ചോറായാലും, അവനവൻ്റെ ഈഗോയും അവനവന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിനെയൊക്കെ സിനിമ മുഖത്ത് നോക്കി വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ വിമർശനം ഏറ്റുവാങ്ങുന്നവർ പോലും ചിരിക്കുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിക് വിഷ്ണു വിജയ്, ദാറ്റ്സ് എ വേർഡ്. വിഷ്ണു വിജയ് എന്നുള്ളത് ഒരു ഇമോഷനാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ അങ്ങേര് ഇത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെക്കുറിച്ച് ഞാൻ എന്താ പറയുക, ഇതിനു മുമ്പ് പുള്ളി മ്യൂസിക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളുടെയും റിവ്യൂവിൽ പുള്ളീനെ പൊഴുത്തി പറഞ്ഞ് ഒരു ലെവൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലും അങ്ങേര് അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ നാട്, അവിടുത്തെ വൈബ്, ഇമോഷൻ എല്ലാം നമുക്ക് കിട്ടും. ആൻഡ് ഞാൻ പറഞ്ഞ അണ്ടർലൈങ് പെയിൻ ഇല്ലേ, അതിനെ പുള്ളി എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ ലെവലിലാണ്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ആൻഡ് വിഷ്വൽസ്, 2 വീടും കുറച്ച് നാട്ടുകാരും, ഇത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല ഈ സിനിമയിൽ. 2 വീട്, നാട്ടുകാർ, ഒരു കല്യാണ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊരു രസമോടു, ആ നാടിൻ്റെ മണം നമുക്ക് കിട്ടുക, ആ ടെക്സ്ചർ നമുക്ക് കിട്ടുക, അവിടുത്തെ ഡ്രസ്സ്. ആക്ച്വലി സിനിമ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ തോന്നിപ്പോയി. അത്രയും ഫീൽ ചെയ്യിപ്പിച്ച് വെച്ചിട്ടേ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതിയോളം ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. അത് ആ വിഷ്വലി അവർ എടുത്തു വെച്ചിരിക്കുന്നുണ്ടല്ലോ, സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളിലും ഈ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവർ ഓരോ ഫ്രെയിമും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ഫ്രെയിമിലും വരുന്ന കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഈ നായികയുടെ പുറകെ നടക്കുന്നൊരു പയ്യൻ, അവൻ ഈ നായികയുടെ കല്യാണ ഫ്ലെക്സിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് അവൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു സംഭവമാണ്. അതുപോലെ വരുന്ന ഓരോ ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ വരുന്നു, ഫ്രെയിമിൽ എന്തൊക്കെ വരുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ കളറിങ്, എല്ലാവരുടെയും മേക്കപ്പ്, കോസ്റ്റ്യൂം, പരിപാടികളെല്ലാം ഈ സിനിമയെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫോമൻസസ്, ഞാൻ പറഞ്ഞില്ലേ, കല്യാണ പെണ്ണും ചെക്കനുമാണ് സിനിമയിലേക്ക് എന്നെ ശരിക്കും അകത്തേക്ക് എടുത്തു വെച്ചു. എന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻ, ഇതിനകത്ത് ഫൺ എലമെൻറ്റ് നമ്മൾ കാണുമ്പോഴും അതിലൊരു ക്യൂട്ട് ഫീലുണ്ട്. അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിനോട് ചേർന്നിട്ട് ടോട്ടൽ വിഷ്വൽ സാധനങ്ങൾ വരുന്നു. ജീവയുടെ ഈ ഹൃദയഹാരിയായ പെർഫോമൻസ് എന്ന് പറയില്ലേ, നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. അയ്യോ, അവനുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടന്നോളും. തലൈവർ തമ്പി എന്നാണ് അവരെല്ലാവരും വിളിക്കുന്നത്. അതായത് അവൻ ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുക. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളും അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ ഭയങ്കര സ്വീറ്റായിട്ട് ജീവ അത് ചെയ്തു. ഇവരുടെ പ്രണയം കാണുമ്പോൾ മനസ്സിൽ ഫീൽ ചെയ്യുന്നൊരു സന്തോഷം, അത് കഴിഞ്ഞാൽ വീട്ടിലെ സന്തോഷം, ഇതെല്ലാം ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ വെറുതെ മുടി അഴിച്ചിട്ട് കരയാൻ വന്നിരിക്കുന്ന പാട്ടിക്ക് പോലും ഡയലോഗും ഉണ്ട്, അവർക്കൊരു ക്യാരക്ടറും ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ജീവ സ്വീറ്റ്, എന്താ പറയുക, അമ്മാതിരി സ്വീറ്റ്. പിന്നെ ഒരു ലോഡ് മലയാളികൾ, വണ്ടി മറിച്ചിട്ടതുപോലെ മലയാളികൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ മോശം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ഇതൊരു ടീം വർക്ക്, അതായത് സിനിമകൾ ടീം വർക്കാണെന്ന് പറയുമ്പോഴും ചില സിനിമകൾ കാണുമ്പോഴാണ് ഇവരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്തൊരു സാധനമാണ്, അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചൊരു സിനിമ. ഇനി ഇതിൽ നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് അവർ ട്രീറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും അതൊരു വലിയ നെഗറ്റീവായിട്ട് തന്നെ സിനിമയുടെ കാര്യം പറഞ്ഞേനെ. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒന്നും പറയാനുള്ളൂ. നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഒരു ട്രാവലറിൽ ഒരു കല്യാണ പരിപാടി കൂടാൻ വേണ്ടി പോവുക. അങ്ങനെ ആ വെയിലത്ത് വണ്ടിയിലിരിക്കുന്ന സമയത്ത് വണ്ടി പതുക്കെ ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് ഒതുക്കി അവിടെ സൈഡിൽ ഐസ് വെക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഐസ് കട്ട, മറ്റേ കോലിൽ കുത്തിയിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ ഇട്ടിട്ട് അത് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ അപ്പം കിട്ടുന്നൊരു ഫീലുണ്ട്. ചില ആൾക്കാർ ആ ഐസിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടുള്ള ആ മധുരമില്ല, ആ ടേസ്റ്റ് ആയിരിക്കും നുണയാ. വേറെ ചില ആളുകൾക്ക് ആ ഐസിൻ്റെ തണുപ്പായിരിക്കും ഇഷ്ടപ്പെടുക. ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല, ഈ യാത്ര, ഇതിൻ്റെ കൂടെ ഈ ഒരു ഐസ്, ഈ മരത്തിൻ്റെ ചുവട്ടിലുള്ള മൂഡ്, ആ ഒരു വൈബായിരിക്കും ഇഷ്ടപ്പെടുക. ചിലർക്കൊന്നുമില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതായിരിക്കും അവരുടെ ആശ്വാസം. അങ്ങനെ പലർക്കും പലതായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലെ എല്ലാ ഫാക്ടേഴ്സും ഇഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യം പറഞ്ഞ ഒന്നുകൂടി പറയുകയാണ്, ജീവ ഈസ് ബാക്ക്. ജീവ ഇനി ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്, അയ്യോ അയാൾക്ക് എന്ത് രസമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഫുൾ ഓൺ ഹാപ്പി മൂഡിൽ വൈബിൽ ഞാൻ കണ്ടു തീർത്തൊരു പടം. ഞാൻ പൊങ്കലിന് നമ്മൾ ഫാമിലിയായിട്ട്, പൊങ്കൽ റിലീസുകൾ ഇപ്പോൾ കുറേ സിനിമകളുണ്ടല്ലോ, അതിൽ ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുമെങ്കിൽ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് നിങ്ങൾക്ക് മനസ്സിലാവണം. കാര്യം ഞാൻ ഇന്നിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ തിരുവനന്തപുരത്ത് കൈരളി നിള
തിയേറ്റർ കോംപ്ലക്സിലാണ് കണ്ടത്. അവിടെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തമിഴ് മനസ്സിലാവും, പിന്നെ കുറച്ച് കന്യാകുമാരി തമിഴാണ്, മലയാളം തമിഴും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെ വൈറലായിട്ടുള്ള അമ്മേ മോനോക്കി സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒട്ടും തമിഴ് കേട്ടാൽ മനസ്സിലാവില്ല എന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ സാധനം ഞെരിപ്പാട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയും വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ബൈ.